സോ ട്രാൻസ്ലേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഏത് മെത്തേഡ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഏത് മെത്തേഡ് ആണ് നമ്മൾ ട്രാൻസ്ലേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്? ട്രാൻസ്ലേഷൻ എന്ന് വെച്ചാൽ എന്താ? അതെ, ട്രാൻസ്ലേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫങ്ഷണൽ കറൻസിനെ റിപ്പോർട്ടിംഗ് കറൻസി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് കറന്റ് റേറ്റ് മെത്തേഡ് ആണ്. ഓക്കെ, വേറൊരു കാര്യം കൂടെ പഠിച്ചായിരുന്നല്ലോ. വേറൊരു കാര്യം എന്താ പഠിച്ചേ? അതായത് ഇതിൽ വരുന്ന ട്രാൻസ്ലേഷനിൽ വരുന്ന ഗെയിൻ ആൻഡ് ലോസ് നമ്മൾ എവിടെയാ റെക്കോർഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എവിടെയാ റിപ്പോർട്ട് ചെയ്യുന്നത്? എവിടെ റിപ്പോർട്ട് ചെയ്യും എന്നാ പഠിച്ചേ? നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് അക്യുമുലേറ്റഡ് അതർ കോംപ്രഹെൻസീവ് ഇൻകം, അതായത് ബാലൻസ് ഷീറ്റിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഇക്വിറ്റി സെക്ഷനിൽ, ബാലൻസ് ഷീറ്റിലെ ഇക്വിറ്റി സെക്ഷനിൽ അക്യുമുലേറ്റഡ് അതർ കോംപ്രഹെൻസീവ് ഇൻകം എന്ന് പറഞ്ഞ ഹെഡിലാണ് നമ്മൾ ട്രാൻസ്ലേഷനിൽ വരുന്ന ഗെയിൻ ആൻഡ് ലോസസ് റെക്കോർഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും, അതായത് എക്സ്ചേഞ്ച് റേറ്റ് ഫ്ലക്ച്വേഷൻസ് കൊണ്ട് ട്രാൻസ്ലേഷനിൽ എന്തെങ്കിലും ചേഞ്ച് വന്നാൽ അത് അഫക്ട് ചെയ്യുന്നത് ഇക്വിറ്റി ആയിരിക്കും. ഇക്വിറ്റിനെ അഫക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോനെ ട്രാൻസ്ലേഷൻ അഫക്ട് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? ഓക്കെ, അതായത് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോയുടെ ഇക്വേഷൻ എന്താ? ഡെപ്റ്റ് ബൈ ഇക്വിറ്റി. സോ നമ്മൾ ട്രാൻസ്ലേഷൻ ഗെയിൻ ആൻഡ് ലോസസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇക്വിറ്റി സെക്ഷനിലാണ്. അതുകൊണ്ട് തന്നെ ഇക്വിറ്റി കൂടുകയോ കുറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോനെ അഫക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഡെപ്റ്റ് കവണൻസിനെയും അത് അഫക്ട് ചെയ്യുന്നുണ്ട്. ഡെപ്റ്റ് കവണൻസ് എന്ന് വെച്ചാൽ എന്താ? കവണൻസ് എന്ന് വെച്ചാൽ എന്താ? ഡെപ്റ്റ് കവണൻസ് എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? കവണൻസ് അറിയോ എന്താന്ന്? റെസ്പോണ്ട് ചെയ്യുക. അറിയോ എന്താണ് കവണൻസ് എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയോ? കേൾക്കാൻ പറ്റണില്ലേ? ഹലോ, ഓക്കെ. കവണൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉടമ്പടി, അതാണ് ഉടമ്പടി എന്നാണ് അതിന്റെ, അല്ലെങ്കിൽ എഗ്രിമെന്റ് എന്നൊക്കെയാണ് നമ്മൾ അതിന്റെ മീനിങ്. ഡെപ്റ്റ് കവണൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഒരാൾക്ക് കടം കൊടുക്കുവാണ്. അപ്പോ അവരുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് നമ്മൾ നോക്കുമല്ലേ? കടം കൊടുക്കുന്നതിന് മുന്നേ അവർക്ക് ഇത് തരാനുള്ള എബിലിറ്റി ഉണ്ടോ എന്ന് നമ്മൾ നോക്കും. സോ ഡെപ്റ്റ് ഒക്കെ കൊടുക്കുന്ന ആൾക്കാര് അവരെന്ത് ചെയ്യും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊരു എഗ്രിമെന്റ് അല്ലെങ്കിൽ കുറച്ച് റൂൾസ് ഇവർക്ക് കൊടുക്കും. അതായത് ഞങ്ങളിത് തരണമെങ്കിൽ, അല്ലെങ്കിൽ ഈ ക്യാഷ് തരണമെങ്കിൽ നിങ്ങൾ ഇത്ര ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ ഡെപ്റ്റ് വാങ്ങാൻ പാടില്ല. കാരണം എന്താ? ഇവർക്ക് പേടിയുണ്ട്, ഇവർക്ക് തിരിച്ചു കിട്ടുമോ ഇല്ലയോ എന്നൊരു പേടിയുള്ളത് കൊണ്ട് ഇവർ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെക്കും. അതിനെയാണ് നമ്മൾ കവണൻസ് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ഇപ്പം ആ അസറ്റ് നല്ലപോലെ, അതായത് നമ്മൾ ഏത് അസറ്റിലാണോ ഇപ്പോ അസറ്റുകളൊക്കെ ആണെങ്കിൽ അസറ്റ് കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ അസറ്റ് വേറെ ആർക്കും വിൽക്കാൻ പാടില്ല, നമ്മുടെ അസറ്റുകൾ വേറെ ആർക്കും വിൽക്കാൻ പാടില്ല, അങ്ങനെ കുറച്ച് ക്ലോസുകൾ അല്ലെങ്കിൽ കുറച്ച് എഗ്രിമെന്റ്സ് വെക്കും. അതിനെയാണ് നമ്മൾ ഡെപ്റ്റ് കവണൻസ് എന്ന് പറയുന്നത്. അതായത് ഡെപ്റ്റ് കവണൻസ് അവർ എന്തായാലും പറഞ്ഞിട്ടുണ്ടാവും, ഇത്ര പെർസെന്റേജ് അല്ലെങ്കിൽ ഇത്രയേ ഇക്വിറ്റി റേഷ്യോ, ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ വരാൻ പാടുള്ളൂ, ഇതിൽ കൂടുതൽ വരാൻ പാടില്ല എന്നൊക്കെ ഓരോ ക്ലോസുകൾ വെക്കും. അപ്പോ ട്രാൻസ്ലേഷനിൽ വരുന്ന ഗെയിൻ ആൻഡ് ലോസസ് ഇക്വിറ്റിനെ അഫക്ട് ചെയ്യും, അതുകൊണ്ട് തന്നെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോനെ അഫക്ട് ചെയ്യും. സോ എന്തായാലും അത് ഡെപ്റ്റ് കവണൻസിനെയും അഫക്ട് ചെയ്യും. ക്ലിയർ ആയോ? ഓക്കെ, ഇനി പറയുന്നത് അതായത് ട്രാൻസ്ലേഷനിൽ വരുന്ന
ട്രാൻസ്ലേഷന്റെ എക്സ്പോഷർ, അതായത് ട്രാൻസ്ലേഷന്റെ എഫക്ട്, ട്രാൻസ്ലേഷനിൽ വരുന്ന ഗെയിൻ ആൻഡ് ലോസസിന്റെ എഫക്ട് നമ്മുടെ കമ്പനിയുടെ സൈസ് അനുസരിച്ചിരിക്കും. അതിന്റെ മെയിൻ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ട്രാൻസ്ലേഷനിൽ നമ്മളെല്ലാം കറന്റ് എക്സ്ചേഞ്ച് റേറ്റിലാണ് കൺവേർട്ട് ചെയ്യുന്നത്, ശരിയല്ലേ? അതായത് ഇക്വിറ്റി വെച്ച് ബാക്കിയെല്ലാം ബാലൻസ് ഷീറ്റിലെ ഐറ്റംസ് എല്ലാം നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത് കറന്റ് എക്സ്ചേഞ്ച് റേറ്റിലാണ്. സോ നമ്മുടെ കമ്പനിയുടെ സൈസ് എത്രയാണോ അതിനനുസരിച്ച് അതിന്റെ എക്സ്പോഷർ അല്ലെങ്കിൽ അതിന്റെ വലുപ്പവും കൂടും. അതായത് വലിയ അസറ്റ്, ഒരുപാട് എമൗണ്ട് ഓഫ് അസറ്റ് ഉള്ളതാണെങ്കിൽ അതിനനുസരിച്ച് ട്രാൻസ്ലേഷൻ ചെയ്യുമ്പോൾ എക്സ്ചേഞ്ച് റേറ്റ് കൂടുതലാണ് എങ്കിൽ അവർക്ക് നല്ല ഗെയിൻ ഉണ്ടാകും, എക്സ്ചേഞ്ച് റേറ്റ് കുറവാണെങ്കിൽ അവർക്ക് നല്ല ലോസ് ഉണ്ടാകും. മനസ്സിലായോ? നമ്മുടെ കമ്പനിയുടെ സൈസിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് അനുസരിച്ചാണ് ട്രാൻസ്ലേഷന്റെ എക്സ്പോഷർ നമുക്ക് പറയാൻ പറ്റുന്നത്. ക്ലിയർ ആയോ? ഇനി ഇവിടെ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. അതായത് ഡോളർ സ്ട്രെങ്തൻ ചെയ്യുവാണെങ്കിൽ ലയബിലിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അസറ്റിനേക്കാൾ കൂടുതൽ നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. നമ്മളിവിടെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇവിടെ മോണിറ്ററി അസറ്റ്, മോണിറ്ററി ലയബിലിറ്റീസ് എന്ന് പറയുന്നു. കാരണം വേറൊന്നും കൊണ്ടല്ല, റീമെഷർമെന്റിൽ കറന്റ് എക്സ്ചേഞ്ച് റേറ്റ് ഇതിനെ മാത്രമേ റീമെഷർ ചെയ്യുന്നുള്ളൂ. ട്രാൻസ്ലേഷന്റെ കേസ് വരുമ്പോൾ നമുക്കറിയാം എല്ലാ അസറ്റിനെയും ലയബിലിറ്റിനെ നമ്മൾ കറന്റ് എക്സ്ചേഞ്ച് റേറ്റിലാണ്. സോ ഇതേ എഫക്ട് തന്നെ അവിടെയും പറഞ്ഞത്. അതായത് നമ്മുടെ അസറ്റ് ആണ്, മോണിറ്ററി അസറ്റ് എന്നല്ല, അസറ്റ് ആണ് ലയബിലിറ്റിയേക്കാൾ കൂടുതലെങ്കിൽ ഡോളർ സ്ട്രെങ്തൻ ചെയ്ത എന്തായിരിക്കും സംഭവിക്കുന്നത്? ട്രാൻസ്ലേഷൻ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഡോളർ സ്ട്രെങ്തൻ ചെയ്ത എന്തായിരിക്കും ട്രാൻസ്ലേഷന് സംഭവിക്കുന്നത്? യെസ്, ഡോളർ സ്ട്രെങ്തൻ ചെയ്ത ട്രാൻസ്ലേഷൻ ലോസ് വരും. ട്രാൻസ്ലേഷൻ ലോസ് ആണ് വരുന്നതെങ്കിൽ നമ്മൾ ഇക്വിറ്റിന്ന് ആ ലോസിനെ കുറച്ച് കാണിക്കും, ശരിയല്ലേ? മനസ്സിലായോ? എങ്ങനെയാന്ന് മനസ്സിലായോ? ഒന്നും കൂടി ഇതിന്റെ എക്സാമ്പിൾ ഇട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പറയണോ? അതായത് ഞാനൊരു എക്സൽ പേജ് കാണിക്കട്ടെ നിങ്ങളെ. അല്ല സോറി, എക്സൽ അല്ല, ഒരു വേർഡ് അല്ലേ എഴുതാൻ പറ്റുമോ? ഓക്കെ, ഇവിടെ തന്നെ കാണിക്കാം. അതായത് വേറെ ഒന്നുമില്ല, ഇത്രേ പറയുന്നുള്ളൂ. നമ്മുടെ ഇക്വിറ്റി, നമ്മുടെ ബാലൻസ് ഷീറ്റ് ഐറ്റംസിനെ എങ്ങനെയാണ് അഫക്ട് ചെയ്യുന്നത് നമുക്കറിയാം. ട്രാൻസ്ലേഷനില് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് റീമെഷർ ചെയ്യുന്നത് എങ്ങനെയാ? നോൺ മോണിറ്ററി അസറ്റ് അങ്ങനെയൊന്നും ക്ലാസിഫിക്കേഷൻ ഒന്നുമില്ല. അസറ്റ് ആൻഡ് ലയബിലിറ്റീസ്, കംപ്ലീറ്റ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ഏത് മെത്തേഡ്, ഏത് റേറ്റ് ഉപയോഗിച്ചാണ്? ഏത് റേറ്റ് ഉപയോഗിച്ച് അസറ്റ് ആൻഡ് ലയബിലിറ്റി ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്? നിങ്ങൾ റെസ്പോണ്ട് ചെയ്യേട്ടോ. യെസ്, കറന്റ് എക്സ്ചേഞ്ച് റേറ്റ് ഉപയോഗിച്ചാണ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അപ്പോ ഫസ്റ്റ് കേസ് പറയാണ്, അസറ്റ് കൂടുതലാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്ത എക്സാമ്പിൾ തന്നെ എടുക്കാം. അതായത് അസറ്റിന്റെ വാല്യൂ is 10,000, liability ഓക്കെ, ആദ്യത്തെ കേസ് കൂടുതലുള്ളത് പറയാം. ഓക്കെ, ഇവിടെ ഏതാ കൂടുതൽ? ലയബിലിറ്റി ആണ് അസറ്റിനേക്കാൾ കൂടുതൽ. ആദ്യത്തെ കേസ് ലയബിലിറ്റി ഗ്രേറ്റർ ദാൻ അസറ്റ്. ഓക്കെ, ഇത് ക്ലിയർ ആയോ? ലയബിലിറ്റി ഗ്രേറ്റർ ദാൻ അസറ്റ്, ഇതാണ് ഫസ്റ്റ് കേസ് പറയുന്നത്. സോ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞാല് വൺ പൗണ്ടിന് ഞാൻ പി എന്നാണ് കൊടുക്കുന്നത്. പൗണ്ടിന് 1 pound ഈക്വൽ ടു 1.5 ആണ് എക്സ്ചേഞ്ച് റേറ്റ്. ഇനി ആദ്യത്തെ കേസ് പറയാണ്,
ഡോളർ സ്ട്രെങ്തൻ ചെയ്യുവാണ്. ഡോളർ സ്ട്രെങ്തൻ ചെയ്തു. ഡോളർ സ്ട്രെങ്തൻ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? 1 പൗണ്ട് ഈക്വൽ ടു 1.5 കൂടുതലായിരിക്കുമോ കുറവായിരിക്കുമോ? കുറവായിരിക്കും. ഓക്കെ ഓക്കെ. സോ അസറ്റ് എത്രയാ വരുന്നത്? ഡോളർ സ്ട്രെങ്തൻ ചെയ്യുമ്പോൾ അസറ്റിന്റെ വാല്യൂ എത്ര വരും? ഇവിടെ അസറ്റിന്റെ വാല്യൂ എഴുതിയില്ല. അസറ്റ് ഈക്വൽ ടു 15,000 ലയബിലിറ്റി ഈക്വൽ ടു 27,000. ഓക്കെ. ഡോളർ സ്ട്രെങ്തൻ ചെയ്യുമ്പോൾ ഇതായി. അപ്പൊ അസറ്റിന്റെ വാല്യൂ എത്രയായി? ഡോളർ സ്ട്രെങ്തൻ ചെയ്തപ്പോൾ അസറ്റിന്റെ വാല്യൂ എത്രയായി? ലയബിലിറ്റിന്റെ വാല്യൂ എത്രയായി? ഇവിടെ എന്താ സംഭവിച്ചേ? അസറ്റ് കൂടുവാണോ കുറയുവാണോ ചെയ്തത്? അസറ്റ് 2,500 കുറഞ്ഞു, ശരിയല്ലേ? കുറഞ്ഞു. ലയബിലിറ്റി എത്രയാ കുറഞ്ഞേ? 4,500 കുറഞ്ഞു. ഏതാ കൂടുതൽ കുറഞ്ഞേ? ലയബിലിറ്റി ആണ് കൂടുതൽ കുറഞ്ഞേ. സോ ഗെയിൻ ആണോ ലോസ് ആണോ? ഗെയിൻ ആണോ ലോസ് ആണോ? ഗെയിൻ ആണോ ലോസ് ആണോ ഇവിടെ സംഭവിക്കുന്നേ? ലോസ് ആണോ? അസറ്റ് നമുക്ക് 2,500 കുറഞ്ഞിട്ടുള്ളൂ. ലയബിലിറ്റി അസറ്റിനേക്കാൾ കുറഞ്ഞു. ദാറ്റ് മീൻസ് ഗെയിൻ അല്ലേ നമുക്ക് വരുന്നേ? ഗെയിൻ വന്നു. അപ്പം ട്രാൻസ്ലേഷനിൽ നമ്മൾ ഗെയിൻ എങ്ങനെയാ കാണിക്കുന്നേ? ട്രാൻസ്ലേഷൻ ഗെയിൻ ആൻഡ് ലോസസ് നമ്മൾ ഇക്വിറ്റിയിലാണ് കാണിക്കുന്നത്. സോ ഗെയിൻ ആവുമ്പോൾ നമ്മൾ ഇക്വിറ്റിയോട് കൂടി ആഡ് ചെയ്ത് കാണിക്കും, ശരിയല്ലേ? ഇത് ക്ലിയർ ആയോ? ഇനി ഡോളർ വീക്കൻ ചെയ്യുമ്പോഴോ? ഡോളർ വീക്കൻ ചെയ്യുമ്പോൾ 1 p ഈക്വൽ ടു 1 പൗണ്ട് ഈക്വൽ ടു 1.5 കൂടുതലായിരിക്കോ കുറവായിരിക്കോ? ഹയർ ആയിരിക്കും വരുന്നതല്ലേ? സോ 1.8 കൊടുക്കുവാണ്. അസറ്റ് അപ്പൊ എത്ര വരും? അസറ്റ് 18,000 വരും. ലയബിലിറ്റി എത്ര വരും? ലയബിലിറ്റി എത്ര വരും? 3400 വരും. അസറ്റ് ഇൻക്രീസ് ചെയ്തു. അസറ്റ് എത്ര ഇൻക്രീസ് ചെയ്തു? അസറ്റ് എത്ര ഇൻക്രീസ് ചെയ്തു? 3,000 ഇൻക്രീസ് ചെയ്തു. ലയബിലിറ്റിയോ? ലയബിലിറ്റി എത്ര ഇൻക്രീസ് ചെയ്തു? 5,400 ഇൻക്രീസ് ചെയ്തു. സോ ഗെയിൻ ആണോ ലോസ് ആണോ വരുന്നത്? ലോസ് ആണല്ലേ? കാരണം 3,000 നമുക്ക് അസറ്റ് കൂടിയുള്ളൂ, പക്ഷെ അസറ്റിനേക്കാൾ കൂടുതൽ നമുക്ക് ലയബിലിറ്റി ആണ് കൂടിയത്. ദാറ്റ് മീൻസ് ലോസ്. നമ്മൾ എങ്ങനെയാ കാണിക്കുന്നേ? ഇത് ട്രാൻസ്ലേഷൻ ലോസ് ആണ്. ഇത് നമ്മൾ എങ്ങനെയാ കാണിക്കുന്നേ? എങ്ങനെ കാണിക്കും? ഇക്വിറ്റിയുടെ കൂടെ
ഇക്വിറ്റിന്ന് മൈനസ് ചെയ്ത് കാണിക്കും. സോ ഇതെന്നതാ, ഡെബിറ്റഡ് ടു ആണോ ക്രെഡിറ്റഡ് ടു ആണോ? ഡെബിറ്റഡ് ടു ഇക്വിറ്റി അല്ലേ. ലോസ് എന്ത് ചെയ്യും, ഇക്വിറ്റി നമ്മൾ ഡെബിറ്റ് ചെയ്യും. ഗെയിൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യും. ക്ലിയർ ആയോ? എല്ലാവർക്കും? ഇനി ഇതിന്റെ റിവേഴ്സ് ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ ഓൾറെഡി കഴിഞ്ഞ പ്രാവശ്യം ഡിസ്കസ് ചെയ്ത തന്നെ കാര്യമാണ്. അവിടെ നമ്മൾ മോണിറ്ററി അസറ്റ് ലയബിലിറ്റി മാത്രമേ എടുത്തുള്ളൂ. കാരണം എന്താ, മോണിറ്ററി അസറ്റ് ലയബിലിറ്റി റീമെഷർമെന്റിൽ എടുക്കാൻ കാരണം അതിന് മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ. അതായത് കറണ്ട് എക്സ്ചേഞ്ച് റേറ്റ് മോണിറ്ററി അസറ്റ് ആൻഡ് ലയബിലിറ്റീസേ ചെയ്യുന്നുള്ളൂ. നോൺ മോണിറ്ററി എല്ലാം ഹിസ്റ്റോറിക്കൽ റേറ്റിലാണ്. അതിന് ചേഞ്ച് വരാത്തത് കൊണ്ടാണ് നമ്മൾ റീമെഷർമെന്റിന്റെ കേസിൽ മോണിറ്ററി മാത്രം എടുത്തത്. പക്ഷെ ട്രാൻസ്ലേഷന്റെ കേസിൽ എല്ലാ അസറ്റ് ആൻഡ് ലയബിലിറ്റീസും നമ്മൾ കറണ്ട് റേറ്റ് കൊണ്ടാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ടോട്ടൽ ലയബിലിറ്റീസ് ആൻഡ് ടോട്ടൽ അസറ്റ് എടുത്തത്. ക്ലിയർ ആയോ? ഇതിന്റെ ഓപ്പോസിറ്റ് ഇനി പറയേണ്ട ആവശ്യമുണ്ടോ, അതോ നിങ്ങൾ ഞാൻ പറയണോ? അതായത് ഇതിപ്പം ലയബിലിറ്റി ഗ്രേറ്റർ ദാൻ അസറ്റ് ആണ് പറഞ്ഞത്. ഇനി അസറ്റ് ഗ്രേറ്റർ ദാൻ ലയബിലിറ്റി പറയണോ ഇതുപോലെ? അതോ നിങ്ങൾക്ക് മനസ്സിലായോ, അതോ ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടെങ്കിൽ പറയാം. എടുത്തു പറയേണ്ട ആവശ്യമുണ്ടെങ്കിൽ പറയാ, ഇല്ലെങ്കിൽ നമുക്ക് അടുത്തത് നോക്കാം. നിങ്ങൾ പറയുന്ന പോലെ. പറയണ്ടെന്നാ പറഞ്ഞേ. ആർക്കെങ്കിലും പറയേണ്ടതുണ്ടോ? പറയണ്ട എങ്കിൽ ഞാൻ അടുത്ത കാര്യം പറയാൻ പോവാണ്. ഓക്കെ, ഇതിന്റെ സമ്മറി പോലെ വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് പറയാം. അതായത് അസറ്റ് ഗ്രേറ്റർ ദാൻ ലയബിലിറ്റി ആണെങ്കിൽ ഡോളർ സ്ട്രെങ്തൻ ചെയ്താൽ ലോസ് ആയിരിക്കും. ലോസ് ആണെങ്കിൽ ഇവിടെ പറയാം. ഫസ്റ്റ് കേസ് അസറ്റ് ഗ്രേറ്റർ ദാൻ ലയബിലിറ്റി ഡോളർ സ്ട്രെങ്തൻ ചെയ്താൽ ലോസ് ആയിരിക്കും. അത് ക്യാപിറ്റൽ ടു ഇക്വിറ്റി. ഓക്കെ, ഈ അസറ്റ് ഗ്രേറ്റർ ദാൻ ലയബിലിറ്റിയിൽ ഡോളർ വീക്കൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഗെയിൻ ആയിരിക്കും. ക്രെഡിറ്റഡ് ടു ഇക്വിറ്റി. അസറ്റ് ലെസ് ദാൻ ലയബിലിറ്റി. ലെസ് ദാൻ ലയബിലിറ്റി ആണെങ്കിൽ ഡോളർ സ്ട്രെങ്തൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? ഗെയിൻ ആയിരിക്കും. ക്രെഡിറ്റഡ് ടു ഇക്വിറ്റി. ഇതേ കേസിൽ ഡോളർ വീക്കൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ലോസ്
ഡെബിറ്റ് ടു ഈക്വിറ്റി. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? എന്താണ് ക്ലിയർ ആയോ? ഇതാണ് മെയിൻ ആയിട്ട് പറയുന്നത്. ഇത് ക്ലിയർ ആയല്ലോ അല്ലെ? എടുത്ത് കാണുമെന്ന് വിചാരിക്കുന്നു. ഇതാണ് അവിടെ മെയിൻ ആയിട്ട് പറയണ കാര്യം. ഇനി റേഷ്യോസിന്റെ കാര്യമാണ് പറയുന്നത്. അതായത് റേഷ്യോസിന്റെ കാര്യം പറയുമ്പോൾ റേഷ്യോസിനോട് ഇവിടെ എന്താ പറയുന്നത് വെച്ചാല് നമ്മൾ ട്രാൻസ്ലേഷനും റീമെഷർമെന്റും ഒക്കെ എങ്ങനെയാണ് റേഷ്യോസിനെ അഫക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഓക്കെ, അതായത് നമുക്കറിയാം ഓരോന്നിലും, അതായത് ഇപ്പം ഓരോ റേഷ്യോയിലും ഉപയോഗിക്കുന്ന ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഇപ്പൊ റീമെഷർമെന്റിൽ കൺവേർട്ട് ചെയ്യുന്നത് ഒരു എക്സ്ചേഞ്ച് റേറ്റ് ഉപയോഗിച്ചായിരിക്കും, ട്രാൻസ്ലേഷനിൽ കൺവേർട്ട് ചെയ്യുന്നത് വേറൊരു എക്സ്ചേഞ്ച് റേറ്റ് ഉപയോഗിച്ചായിരിക്കും. സോ ഇതൊക്കെ എങ്ങനെയാണ് നമ്മുടെ റേഷ്യോസിനെ അഫക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. ഓക്കെ ഓക്കെ സോ ആദ്യം പറയുന്നത് ഗ്രോസ് പ്രോഫിറ്റ് മാർജിനെ എങ്ങനെയാണ് അഫക്ട് ചെയ്യുന്നത് എന്നാണ്. ഓക്കെ, ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ എന്താ? ഗ്രോസ് പ്രോഫിറ്റ് മാർജിന്റെ ഇക്വേഷൻ എന്താ? ഗ്രോസ് പ്രോഫിറ്റ് മാർജിന്റെ ഇക്വേഷൻ എന്താ? ഓക്കെ, ഗ്രോസ് പ്രോഫിറ്റ് മാർജിന്റെ ഇക്വേഷൻ എന്താ വരുന്നത്? ഗ്രോസ് പ്രോഫിറ്റ് ബൈ സെയിൽസ് അല്ലെ? ഗ്രോസ് പ്രോഫിറ്റ് ബൈ സെയിൽസ് ആണ് ഇക്വേഷൻ വരുന്നത്. ഓക്കെ, ഫസ്റ്റ് പറയാണ് റീമെഷർമെന്റില് സെയിൽസ് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്? ഏത് എക്സ്ചേഞ്ച് റേറ്റ് ഉപയോഗിച്ചാണ് റീമെഷർമെന്റിൽ സെയിൽസ് കൺവേർട്ട് ചെയ്യുന്നത്? സെയിൽസ് റവന്യൂ ഏത് ഉപയോഗിച്ചാണ് കൺവേർട്ട് ചെയ്യുന്നത്? റീമെഷർമെന്റിൽ സെയിൽസ് കൺവേർട്ട് ചെയ്യുന്നത് ഏത് മെത്തേഡ് ഉപയോഗിച്ചാണ്? റെസ്പോണ്ട് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം. ഇനി ഞാനിത് ഓൾറെഡി ഇതെല്ലാം പറഞ്ഞു തന്നതായി, ഏത് മെത്തേഡ് ആണെന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചതാ. സോ ഇനി നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം, ഞാൻ അതിനനുസരിച്ച് ഓരോന്ന് പറഞ്ഞു തരുള്ളൂ. നിങ്ങൾ തന്നെ മനസ്സിലാക്കണം എങ്ങനെയാണ് ഇത് വരുന്നതെന്ന്. അപ്പൊ നിങ്ങൾ റെസ്പോണ്ട് ചെയ്തേ പറ്റുള്ളൂ. റീമെഷർമെന്റിൽ സെയിൽസ് ഏത് മെത്തേഡ് ഉപയോഗിച്ചാണ് നമ്മൾ റീമെഷർ ചെയ്യുന്നത്? ഏത് എക്സ്ചേഞ്ച് റേറ്റ് ഉപയോഗിച്ചാണ് നമ്മൾ റീമെഷർ ചെയ്യുന്നത് അല്ലെ കൺവേർട്ട് ചെയ്യുന്നത്? യെസ്, വെയ്റ്റഡ് ആവറേജ് ഉപയോഗിച്ചാണ്. വെയ്റ്റഡ് ആവറേജ് എക്സ്ചേഞ്ച് റേറ്റ് ഉപയോഗിച്ചാണ് നമ്മൾ റീമെഷർമെന്റിൽ സെയിൽസ് കൺവേർട്ട് ചെയ്യുന്നത്. ട്രാൻസ്ലേഷനിൽ സെയിൽസ് എങ്ങനെയാ കൺവേർട്ട് ചെയ്യുന്നത്? ഏത് എക്സ്ചേഞ്ച് റേറ്റ് ഉപയോഗിച്ചാ? വെയ്റ്റഡ് ആവറേജ് തന്നെ ഉപയോഗിച്ചാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായി, ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോയുടെ എഫക്ട് നോക്കുമ്പോൾ ഡിനോമിനേറ്റർ റീമെഷർമെന്റിലും ട്രാൻസ്ലേഷനിലും സെയിം റേറ്റ് ഉപയോഗിച്ചാണ് കൺവേർട്ട് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഇത് ക്ലിയർ ആയല്ലോ? ഇനി ഗ്രോസ് പ്രോഫിറ്റ് എങ്ങനെയാ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്?
സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഇതില് സെയിൽസ് നമുക്ക് മനസ്സിലായി രണ്ടും ഒരേ മെത്തേഡ് തന്നെയാണ്. ഇനി കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് റീമെഷർമെന്റിൽ ഏത് റേറ്റ് ഉപയോഗിച്ച റീമെഷർ ചെയ്യുന്ന കൺവേർട്ട് ചെയ്യുന്നേ? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് റീമെഷർമെന്റിൽ ഏത് റേറ്റ് ഉപയോഗിച്ചാണ് കൺവേർട്ട് ചെയ്യുന്നത്? ഏത് റേറ്റ് ഉപയോഗിച്ചാ? ഹിസ്റ്റോറിക്കൽ റേറ്റ്. ഹിസ്റ്റോറിക്കൽ റേറ്റ് ഉപയോഗിച്ച്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതോ? ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ഹിസ്റ്റോറിക്കൽ അല്ലെങ്കിൽ സെയിം അല്ല. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് വെയ്റ്റഡ് ആവറേജ് ഉപയോഗിച്ചാണ്. ഹിസ്റ്റോറിക്കൽ, അതായത് ഹിസ്റ്റോറിക്കലും വെയ്റ്റഡ് ആവറേജും ഉണ്ട്. എങ്ങനെയാ? വെയിറ്റ് എടുക്കാൻ പോസിബിൾ ആണെങ്കിൽ വെയ്റ്റഡ് ആവറേജ് നമ്മൾ ഉപയോഗിക്കും, അല്ലെങ്കിലാണ് നമ്മൾ ഹിസ്റ്റോറിക്കൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, പ്രാക്ടിക്കലി പോസിബിൾ ആണെങ്കിൽ നമ്മൾ വെയ്റ്റഡ് ആവറേജ് ആണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിലാണ് ഹിസ്റ്റോറിക്കൽ ഉപയോഗിക്കുന്നത്. ഓക്കെ ഓക്കെ, സോ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും. ഇത്രയും ക്ലിയർ ആയോ ഈ പറഞ്ഞത്? ഓക്കെ, സോ ഹിസ്റ്റോറിക്കൽ റേറ്റ് 1.5 ആണെന്ന് വിചാരിക്കുക. ഓക്കെ ഓക്കെ, ആരായിരുന്നു നെറ്റ് ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞേ? സേബയാണ്. ഞാൻ കറക്റ്റ് പേര് കണ്ടില്ല, ഒന്നും കൂടെ മെസ്സേജ് ചെയ്യുമോ? ഓക്കെ, സോ ഏതായാലും ഹിസ്റ്റോറിക്കൽ റേറ്റ് 1.5 ആണ്. കറണ്ട് എക്സ്ചേഞ്ച് റേറ്റ്, സോറി, ഹിസ്റ്റോറിക്കൽ 1.5 ആണ്. ഡോളർ സ്ട്രെങ്തൻ ചെയ്തു. ഡോളർ സ്ട്രെങ്തൻ ചെയ്തു എന്ന് പറയുമ്പോൾ കറണ്ട് എക്സ്ചേഞ്ച് റേറ്റ് എങ്ങനെയായിരിക്കും? 1.5നേക്കാൾ കൂടുതലായിരിക്കോ കുറവായിരിക്കോ? ഡോളർ സ്ട്രെങ്തൻ ചെയ്തു. കുറവായിരിക്കും. സോ ഡോളർ 1.25 ആയെന്ന് വിചാരിക്കുക. ഓക്കെ, വെയ്റ്റഡ് ആവറേജ് എത്രയാ വരുന്നേ? 1.32 എന്ന് വന്നു. ക്ലിയർ ആയല്ലോ? ഈ കേസില് റീമെഷർമെന്റിലായിരിക്കുവോ ട്രാൻസ്ലേഷനിലായിരിക്കുവോ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കൂടുതൽ? നോക്കിക്കേ, റീമെഷർമെന്റിലായിരിക്കുമോ ട്രാൻസ്ലേഷനിലായിരിക്കുമോ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കൂടുതൽ? ഏതിലായിരിക്കും? ഏതിലായിരിക്കും? നോക്കിക്കേ, റീമെഷർമെന്റിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഹിസ്റ്റോറിക്കൽ റേറ്റിലാണ്. സോ റീമെഷർമെന്റിൽ 1.5 നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കൺവേർട്ട് ചെയ്യുന്നത്. ട്രാൻസ്ലേഷനിൽ എത്രയിലായിരിക്കും കൺവേർട്ട് ചെയ്യുന്നത്? വെയ്റ്റഡ് ആവറേജ് അവൈലബിൾ ആയതുകൊണ്ട് നമ്മൾ വെയ്റ്റഡ് ആവറേജ് ആയിരിക്കും എടുക്കുന്നത്. 1.32. ഏതിലായിരിക്കും കൂടുതൽ? റീമെഷർമെന്റിലാണോ ട്രാൻസ്ലേഷനിലാണോ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കൂടുതൽ? റീമെഷർമെന്റിലായിരിക്കും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കൂടുതൽ. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കൂടുതലാണെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് എങ്ങനെയായിരിക്കും? ഗ്രോസ് പ്രോഫിറ്റ് കുറവായിരിക്കും. ദാറ്റ് മീൻസ് റീമെഷർമെന്റിൽ ഗ്രോസ് പ്രോഫിറ്റ് കുറവായിരിക്കും. റീമെഷർമെന്റിൽ ഗ്രോസ് പ്രോഫിറ്റ് ലെസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ
അതുകൊണ്ട് തന്നെ ഏത് റേഷ്യോ ആയിരിക്കും വലുത്? അതായത് റീമെഷർമെന്റിലാണോ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഹൈ, അതോ ട്രാൻസ്ലേഷനിലാണോ? യെസ്, അതായത് റീമെഷർമെന്റ് ആകുമ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് ലെസ് ആണ്, ന്യൂമറേറ്റർ ലെസ് ആണെങ്കിൽ റേഷ്യോയും ലെസ് ആയിരിക്കും റീമെഷർമെന്റിൽ. ഇനി ട്രാൻസ്ലേഷന്റെ കേസ് എടുക്കുവാണെങ്കിൽ ട്രാൻസ്ലേഷനിൽ റീമെഷർമെന്റിനേക്കാളും ഗ്രോസ് പ്രോഫിറ്റ് ഹൈ ആണ്, അതുകൊണ്ട് തന്നെ റേഷ്യോ അതായത് ന്യൂമറേറ്റർ ഹൈ ആണ്, സോ റേഷ്യോ ഹൈ ആയിരിക്കും. ക്ലിയർ ആയോ എല്ലാവർക്കും? ആർക്കും ഡൗട്ട് ഇല്ലല്ലോ? ഓക്കെ. ഇനി ഹിസ്റ്റോറിക്കൽ റേറ്റ് 1.5 ആണ്. ഡോളർ വീക്കൻ ചെയ്തു എന്ന് വിചാരിക്കാം. ഡോളർ വീക്കൻ ചെയ്തു. അപ്പൊ കറണ്ട് എക്സ്ചേഞ്ച് റേറ്റ് എങ്ങനെയായിരിക്കും? 1.5നേക്കാളും കൂടുതലായിരിക്കുമോ കുറവായിരിക്കുമോ? ഡോളർ വീക്കൻ ചെയ്താല് ഹൈ ആയിരിക്കും. സോ 1.8 എന്ന് കൊടുക്കാം. വെയ്റ്റഡ് ആവറേജ് വന്നിട്ട് നോക്കുവാണെങ്കിൽ വെയ്റ്റഡ് ആവറേജ് 1.65 വരും. ഓക്കെ. സോ ഏതിലായിരിക്കും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കൂടുതൽ? റീമെഷർമെന്റിലാണോ ട്രാൻസ്ലേഷനിലാണോ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കൂടുതൽ? അതായത് റീമെഷർമെന്റ് നമ്മൾ ഹിസ്റ്റോറിക്കൽ റേറ്റിലാണ്, ദാറ്റ് മീൻസ് 1.5 ഉപയോഗിച്ചാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കൺവേർട്ട് ചെയ്യുന്നത്. ട്രാൻസ്ലേഷന് വരുമ്പോൾ വെയ്റ്റഡ് ആവറേജ് ഉപയോഗിച്ചാണ്, ദാറ്റ് മീൻസ് 1.65. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം തന്നെ ഏതിലായിരിക്കും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കൂടുതൽ? ഏതിലായിരിക്കും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കൂടുതൽ? യെസ്. സോ റീമെഷർമെന്റിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ലെസ് ആണ്, അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ലെസ് ആണ്, ന്യൂമറേറ്റർ ലെസ് ആണ്, സോ റേഷ്യോ എങ്ങനെയായിരിക്കും? ലെസ്. ഇനി ട്രാൻസ്ലേഷൻ എടുക്കുവാണെങ്കിലോ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഹൈ ആണ്, സോറി ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റി. ഓക്കെ. റീമെഷർമെന്റിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ലെസ് ആണ്, അതുകൊണ്ട് തന്നെ ഗ്രോസ് പ്രോഫിറ്റ് ഹൈ ആണ്, അതുകൊണ്ട് തന്നെ റേഷ്യോ എങ്ങനെയാണ്? ഹൈ ആണ്. ട്രാൻസ്ലേഷന്റെ കേസിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഹൈ ആണ്, ഗ്രോസ് പ്രോഫിറ്റ് ലോ ആണ്, ന്യൂമറേറ്റർ ലോ ആയതുകൊണ്ട് റേഷ്യോ ലോ ആണ്. ക്ലിയർ ആയോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആയോ എല്ലാവർക്കും? ഓക്കെ. എഴുതിയെടുത്ത് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതിന്റെ കൺസോളിഡേറ്റ് ചെയ്ത് പറയാൻ ഇത്രയേ ഉള്ളൂ. അതായത് US ഡോളർ സ്ട്രെങ്തൻ ചെയ്യുവാണെങ്കിൽ US ഡോളർ സ്ട്രെങ്തൻ ചെയ്യുവാണെങ്കിൽ റേഷ്യോ ട്രാൻസ്ലേഷൻ ഹൈ ദാൻ റീമെഷർമെന്റ്. ഓക്കെ. ഇനി
വീക്കൻ ചെയ്യുവാണെങ്കിൽ റേഷ്യോ ഹൈ റീമെഷർമെന്റ് ദാൻ ട്രാൻസ്ലേഷൻ. എല്ലാവർക്കും ക്ലിയർ ആയോ? എല്ലാവർക്കും ക്ലിയർ ആയോ? ഓക്കെ. നിങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ടല്ലോ അല്ലെ? നോട്ട് ചെയ്ത് വെക്കുന്നുണ്ടല്ലോ. ഇനി അടുത്തത് ഡിപ്രീസിയേഷന്റെ കാര്യം പറയുന്നത്. ഡിപ്രീസിയേഷൻ ഓഫ് ഫിക്സ്ഡ് അസറ്റ്. ഡിപ്രീസിയേഷൻ ഓഫ് ഫിക്സ്ഡ് അസറ്റിന്റെ കാര്യമാണ് പറയുന്നത്. ഓക്കെ. സോ ഇവിടെ നമ്മൾ തന്നെ എഴുതി കാണിക്കാം. ഇവിടെ നമ്മൾ പറയുന്ന സെയിം കാര്യമാണ്. അതായത് റീമെഷർമെന്റില് ഡിപ്രീസിയേഷൻ റീമെഷർ ചെയ്യുന്നത് ഹിസ്റ്റോറിക്കൽ വാല്യൂലാണ്. റീമെഷർ ചെയ്യുന്നത് ഹിസ്റ്റോറിക്കൽ വാല്യൂലാണ്. ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ഏത് വാല്യൂല? ഹിസ്റ്റോറിക്കൽ അല്ലെങ്കിൽ വെയ്റ്റഡ് ആവറേജ് ഇഫ് അവൈലബിൾ. നമ്മളിപ്പോ വെയ്റ്റഡ് ആവറേജ് എടുക്കുകയാണ്. ഞാൻ വെയ്റ്റഡ് ആവറേജ് പറയുന്ന എക്സാമ്പിൾ ആണ്, അതുകൊണ്ട് വെയ്റ്റഡ് ആവറേജ് എടുക്കുകയാണ്. ഓക്കെ. ഒന്നാമത്തെ കേസ് പറയുന്നത് ഡോളർ സ്ട്രെങ്തൻ ചെയ്താലുള്ള കേസാണ് പറയുന്നത്. ഡോളർ സ്ട്രെങ്തൻ ചെയ്തു. സോ ഹിസ്റ്റോറിക്കൽ റേറ്റ് വന്നത് 1.5 ആണ്. ഡോളർ സ്ട്രെങ്തൻ ചെയ്ത് എങ്ങനെയായിരിക്കും കറന്റ് എക്സ്ചേഞ്ച് റേറ്റ് വരുന്നത്? 1.5നേക്കാളും കൂടുതലായിരിക്കുമോ കുറവായിരിക്കുമോ? ഡോളർ സ്ട്രെങ്തൻ ചെയ്തു 1.25. വെയ്റ്റഡ് ആവറേജ് വരുന്നത് എത്രയാ? 1.3. 1.32 അല്ലെ 1.3. ഓക്കെ. സോ ഡോളർ സ്ട്രെങ്തൻ ചെയ്തു. ഡോളർ സ്ട്രെങ്തൻ ചെയ്തപ്പം ഏതിലായിരിക്കും ഡിപ്രീസിയേഷൻ കൂടുതൽ വരിക? ഏതിലാ ഹൈ? ഡിപ്രീസിയേഷൻ ഏതിലായിരിക്കും ഹൈ വരുന്നത്? റീമെഷർമെന്റിൽ നമ്മൾ ഹിസ്റ്റോറിക്കൽ റേറ്റ് ഉപയോഗിച്ചാണ്. വെയ്റ്റഡ് ആവറേജിൽ ട്രാൻസ്ലേഷനിൽ നമ്മൾ വെയ്റ്റഡ് ആവറേജ് ഉപയോഗിച്ചത്. സോ ഏതിലായിരിക്കും? റീമെഷർമെന്റിലാണോ ട്രാൻസ്ലേഷനിലാണോ ഡിപ്രീസിയേഷൻ കൂടുതൽ വരിക? യെസ്, ഡിപ്രീസിയേഷൻ കൂടുതൽ വരുന്നത് റീമെഷർമെന്റിലാണ്. കാരണം ഹിസ്റ്റോറിക്കൽ റേറ്റ് 1.5 ആണ്, വെയ്റ്റഡ് ആവറേജ് 1.3. സോ ഹൈ ആയത് ഹിസ്റ്റോറിക്കൽ റേറ്റ് ആണ്. സോ 1.5 ഉപയോഗിച്ചാണ് നമ്മൾ റീമെഷർമെന്റില് ഡിപ്രീസിയേഷൻ കൺവേർട്ട് ചെയ്യുന്നത്. സോ ഡിപ്രീസിയേഷൻ ഈസ് ഹൈ ഇൻ റീമെഷർമെന്റ് ദാൻ ട്രാൻസ്ലേഷൻ. അതുകൊണ്ട് തന്നെ ഏതിലായിരിക്കും ഇൻകം കൂടുതൽ? ഏതിലായിരിക്കും റവന്യൂ ഇൻകം കൂടുതൽ? ഏതിലായിരിക്കും ഇൻകത്തിന്റെ കേസ് വരുമ്പോ റീമെഷർമെന്റിലാണോ ഇൻകം കൂടുതൽ വരിക? ഡിപ്രീസിയേഷൻ കൂടുതൽ റീമെഷർമെന്റിലാണ്. സോ അവിടുത്തെ ഇൻകം കുറവായിരിക്കില്ലേ? റീമെഷർമെന്റിൽ ഡിപ്രീസിയേഷൻ ഹൈ ആണ്. ദാറ്റ് മീൻസ് ഇൻകം എന്ന് പറയുന്നത് ലോ ആയിരിക്കും. എനിക്ക് ചോദിച്ചത് മനസ്സിലായില്ല കേട്ടോ.
എങ്ങനെ ടാക്സ് ബെനിഫിറ്റ് കിട്ടും എന്ന് എനിക്ക് ക്ലിയർ ആയില്ല. നോക്ക്, ഇതെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതൊരു ബേസിക് ലെവൽ കാര്യങ്ങളാണ് പറയണത്. മനസ്സിലായോ? നോർമൽ ലെവലിൽ ചിന്തിക്കുമ്പോ നിങ്ങൾ ഡിപ്രീസിയേഷൻ ടാക്സ് ഷീൽഡ് നിങ്ങൾ എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഒരു പുതിയ ഡിപ്രീസിയേഷൻ ടാക്സ് ഷീൽഡ് നമ്മൾ ആപ്ലിക്കബിൾ ആകും നമ്മൾ മറ്റേ സെക്ഷൻ ഇ പഠിക്കുമ്പോഴല്ലേ? അതായത് നമ്മൾ പുതിയൊരെണ്ണം സ്റ്റാർട്ട് ചെയ്യാണ്, അപ്പൊ അത് പ്രോഫിറ്റബിൾ ആണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ ടാക്സ് ഷീൽഡ് ഒക്കെ ആഡ് ബാക്ക് ചെയ്യുന്നത്. നോർമൽ നിങ്ങൾ ഒരു ഇൻകം സ്റ്റേറ്റ്മെന്റ് എടുക്കുകയാണ്, ഒരു ഇൻകം സ്റ്റേറ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അവിടെ ഡിപ്രീസിയേഷൻ ടാക്സ് ഷീൽഡ് എന്ന് പറയുന്ന ഒരു സംഭവം എടുക്കുന്നുണ്ടോ? അത് എവിടെയെങ്കിലും നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടോ? അതായത് ഡിപ്രീസിയേഷൻ ടാക്സ് ഷീൽഡ് എന്ന് പറയുന്നത് നമ്മൾ ഡിപ്രീസിയേഷനിൽ ടാക്സ് ഷീൽഡ് നമ്മൾ എടുക്കുന്നത് നമ്മളൊരു പുതിയ പ്രൊജക്ട്, ആ പ്രൊജക്ട് വേണോ വേണ്ടയോ എന്ന് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ അത് യൂസ് ചെയ്യുന്നത്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗിനാണ് നമ്മൾ യൂസ് ചെയ്തത്. നോർമലായ ഒരു കമ്പനിയുടെ ഇൻകം സ്റ്റേറ്റ്മെന്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ എവിടെയെങ്കിലും നമ്മൾ ഡിപ്രീസിയേഷൻ ടാക്സ് ഷീൽഡ് എടുക്കാറുണ്ടോ? എടുക്കാറുണ്ടോ? Ma'am, like depreciation may go, like we will get higher net income, right? ആ, ഡിപ്രീസിയേഷൻ കുറയുമ്പോഴല്ലേ നെറ്റ് ഇൻകം കൂടുന്നത്? അല്ല, അപ്പോൾ നെറ്റ് ഇൻകം മീൻസ് ആഫ്റ്റർ ടാക്സ് അല്ലേ? വേറെ എവിടെയെങ്കിലും നിങ്ങള് P&L ചെയ്യുമ്പം ഡിപ്രീസിയേഷൻ ടാക്സ് ഷീൽഡ് യൂസ് ചെയ്യുന്നുണ്ടോ എവിടെയെങ്കിലും? No ma'am. ഇല്ല. നമ്മൾ ഡിപ്രീസിയേഷൻ ടാക്സ് ഷീൽഡ് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു പ്രൊജക്ട് നമുക്ക് വേണോ വേണ്ടയോ അല്ലെങ്കിൽ ഇത് മുന്നോട്ട് പോകണോ വേണ്ടയോ എന്ന് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയാണ്. ശരിക്കും നോക്കുവാണെങ്കിൽ ഈ ഡിപ്രീസിയേഷൻ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന എമൗണ്ട് ക്യാഷ് ആയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന പോലും ഇല്ല. ഡിപ്രീസിയേഷൻ നമ്മൾ എടുക്കാനുള്ള കാരണം, അതിന്റെ മെയിൻ റീസൺ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പ്രിൻസിപ്പിൾ പഠിച്ചിട്ടുണ്ട്, എല്ലാ ലോസുകളും നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിൾ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ആ പ്രിൻസിപ്പിളിന്റെ ബേസിലാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എടുക്കുന്നത് തന്നെ. മനസ്സിലായോ? ഇത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യവും നിങ്ങൾ അങ്ങനെ ഓവർ തിങ്ക് ചെയ്യേണ്ട ഒരു കാര്യം ഇവിടെ ഇല്ല. നോർമൽ കേസിൽ ഒരു ഡിപ്രീസിയേഷൻ ഒരു കമ്പനിയിൽ ഫിക്സ്ഡ് അസറ്റിന്റെ മേലുണ്ട് എങ്കിൽ ഡിപ്രീസിയേഷന്റെ എമൗണ്ട് കൂടിയാൽ ഇൻകത്തിന് എന്ത് സംഭവിക്കുന്നു എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അതായത് നോർമൽ ഒരു P&L പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡിപ്രീസിയേഷൻ കൂടുതലാണെങ്കിൽ നിങ്ങളുടെ ഇൻകത്തിന് എന്ത് സംഭവിക്കും? അതായത് എക്സ്പെൻസ് കൂടുതലാണ്, ദാറ്റ് മീൻസ് ഇൻകം കുറയും. അത്രയേ ഉള്ളൂ ഇവിടെ കൺസെപ്റ്റ്. ക്ലിയർ ആയോ? ചോദിച്ചാക്ക് ക്ലിയർ ആയോ? ഓക്കെ. സോ ഡിപ്രീസിയേഷൻ ഹൈ ആണ്. ഈ റേറ്റ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഡിപ്രീസിയേഷൻ ഹൈ ആണ്. സോ ഇൻകത്തിന് എന്താ സംഭവിക്കുക? കുറവായിരിക്കും അല്ലെ? എക്സ്പെൻസ് കൂടുതലാണെങ്കിൽ ഇൻകം എന്തായാലും കുറവായിരിക്കും. ട്രാൻസ്ലേഷനിലാണെങ്കിലോ, ട്രാൻസ്ലേഷനിൽ നമ്മൾ 1.3 ഉപയോഗിച്ചാണ് ഡിപ്രീസിയേഷൻ കൺവേർട്ട് ചെയ്യുന്നത്. സോ ഡിപ്രീസിയേഷൻ ലോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇൻകം എങ്ങനെയായിരിക്കും? ഹൈ ആയിരിക്കും. ഓക്കെ. ഇനി ഡോളർ വീക്കൻ ചെയ്യുവാണെന്ന് വിചാരിക്കാം. ഡോളർ വീക്കൻ ചെയ്യുമ്പോഴോ? ഹിസ്റ്റോറിക്കൽ റേറ്റ് 1.5 തന്നെയാണ്. സോ കറണ്ട് എക്സ്ചേഞ്ച് റേറ്റ് എങ്ങനെയായിരിക്കും? വീക്കൻ ചെയ്യുമ്പോൾ ഡോളർ വീക്കൻ ചെയ്യുമ്പോൾ കൂടുതലായിരിക്കും കുറവായിരിക്കും? ഹൈ ആയിരിക്കും അല്ലെ? സോ 1.8 വെയിറ്റഡ് ആവറേജ് വന്നിട്ട് 1.65.
ഓക്കെ. അപ്പൊ ഡിപ്രീസിയേഷൻ എങ്ങനെയായിരിക്കും? റീമെഷർമെന്റിൽ ഡിപ്രീസിയേഷൻ എങ്ങനെയായിരിക്കും? ഡിപ്രീസിയേഷൻ ഹൈ ആയിരിക്കുമോ ലോ ആയിരിക്കുമോ? ലോ ഇൻ റീമെഷർമെന്റ്. അപ്പൊ ഇൻകത്തിന് എങ്ങനെ, ഇൻകം എന്തായിരിക്കും? ഡിപ്രീസിയേഷൻ ലോ ആണെങ്കിൽ ഇൻകം എങ്ങനെയായിരിക്കും? ട്രാൻസ്ലേഷന്റെ കാര്യം വരുമ്പോ ഡിപ്രീസിയേഷൻ ഹൈ ആയിരിക്കും, ഇൻകം ലോ ആയിരിക്കും. ക്ലിയർ ആയോ? എല്ലാവർക്കും ക്ലിയർ ആയോ? ഓക്കെ. ഇനി ഇവിടെ നമ്മൾ ബാലൻസ് ഷീറ്റിന്റെ കാര്യം പറയാം. ബാലൻസ് ഷീറ്റ് നമ്മളിപ്പോ ഇൻകം സ്റ്റേറ്റ്മെന്റ് വരുന്ന കാര്യങ്ങളായിരുന്നു അല്ലെ. ഡിപ്രീസിയേഷനും അല്ലെങ്കിൽ ഡിപ്രീസിയേഷനും അതുപോലെ തന്നെ ഇവിടെ പഠിച്ച ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഇൻകം സ്റ്റേറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു. ഇനി നമ്മള് ബാലൻസ് ഷീറ്റുമായിട്ട് ബന്ധപ്പെട്ട റേഷ്യോസിന് എന്താ സംഭവിക്കുന്നത് എന്നാണ് പറയാൻ പോകുന്നത്. അപ്പം ബാലൻസ് ഷീറ്റിൽ നമുക്കറിയാം എന്താ അറിയാന്നേ, ഇൻവെന്ററിയും ഫിക്സ്ഡ് അസറ്റും ഒഴിച്ച് ബാക്കി എല്ലാ ഇൻവെന്ററി, ഫിക്സ്ഡ് അസറ്റ്, നോൺ മോണിറ്ററി അസറ്റ് ഒഴിച്ച് ബാക്കി എല്ലാ അസറ്റുകളും ഏത് റേറ്റിലാണ്? കറണ്ട് എക്സ്ചേഞ്ച് റേറ്റിലാണ് റീമെഷർ ചെയ്യുന്നത്. ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ എല്ലാ അസറ്റുകളും കറണ്ട് എക്സ്ചേഞ്ച് റേറ്റിലാണ്. ഓക്കെ. മനസ്സിലായോ? അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. റീമെഷർമെന്റിൽ എന്താ സംഭവിക്കുന്നത്? നോൺ മോണിറ്ററി അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് ഹിസ്റ്റോറിക്കലിലും മോണിറ്ററി അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് കറണ്ട് എക്സ്ചേഞ്ച് റേറ്റിലും. ട്രാൻസ്ലേഷൻ വരുമ്പോൾ എല്ലാ അസറ്റ് ആൻഡ് ലയബിലിറ്റീസും നമ്മൾ കറണ്ട് എക്സ്ചേഞ്ച് റേറ്റിലാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. സോ ഇൻവെന്ററി ആൻഡ് ഫിക്സ്ഡ് അസറ്റ് ഫസ്റ്റ് കാര്യം പറഞ്ഞത്. ഇവിടെ പറയുന്നത് സ്പേസ് ഉള്ളൊരു ഇവിടെ കാണിച്ചു തരാം കേട്ടോ. അതായത് ഇവിടെ പറയുന്നത് ടോട്ടൽ അസറ്റ് ടേൺ ഓവർ റേഷ്യോയുടെ ഇക്വേഷൻ എന്താ? ടോട്ടൽ അസറ്റ് ടേൺ ഓവർ റേഷ്യോ ഇതിനെ എങ്ങനെ എഫക്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. ടോട്ടൽ അസറ്റ് ടേൺ ഓവർ റേഷ്യോന്റെ ഇക്വേഷൻ എന്താ? അസറ്റ് ടേൺ ഓവർ റേഷ്യോയുടെ ഇക്വേഷൻ എന്താ? Sales by total asset. Sales by total asset. ഈ ടോട്ടൽ അസറ്റില് എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണ്? ടോട്ടൽ അസറ്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണ്? മോണിറ്ററി പ്ലസ് നോൺ മോണിറ്ററി, ശരിയല്ലേ? നോൺ മോണിറ്ററി അസറ്റും മോണിറ്ററി അസറ്റിന്റെയും കൂടെ ടോട്ടൽ ആണ് നമ്മൾ ടോട്ടൽ അസറ്റ് എന്ന് പറയുന്നത്, ശരിയല്ലേ? ശരിയല്ലേ? മനസ്സിലാവുന്നില്ലേ നിങ്ങൾക്ക്? ഓക്കെ. അതായത് ടോട്ടൽ അസറ്റ് എന്ന് പറയുമ്പോൾ മോണിറ്ററി അസറ്റും നോൺ മോണിറ്ററി അസറ്റും കൂടെ കൂടുന്നതാണ് ടോട്ടൽ അസറ്റ്. ഇനി ഇതില്
നമുക്കറിയാം സെയിൽസ് എന്ന് പറയുന്നത്, അതായത് ന്യൂമറേറ്റർ ആയ സെയിൽസ് ഏതിലൊക്കെയാ? റീമെഷർമെന്റിലും ട്രാൻസ്ലേഷനിലും ഒരേ എക്സ്ചേഞ്ച് റേറ്റിലാണ് കൺവേർട്ട് ചെയ്യുന്നത്. ശരിയല്ലേ? റീമെഷർമെന്റിൽ സെയിൽ കൺവേർട്ട് ചെയ്യുന്നത് വെയിറ്റഡ് ആവറേജിലാണ്, ട്രാൻസ്ലേഷനിലും സെയിൽ കൺവേർട്ട് ചെയ്യുന്നത് വെയിറ്റഡ് ആവറേജിലാണ്. സോ ന്യൂമറേറ്ററിന് ഒരു മാറ്റവും ഇല്ല. ഇനി ഡിനോമിനേറ്റർ എടുക്കുവാണ്. ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ ടോട്ടൽ അസറ്റ് ആണ്. ടോട്ടൽ അസറ്റ് എന്ന് പറഞ്ഞാൽ മോണിറ്ററി അസറ്റിന്റെയും നോൺ മോണിറ്ററി അസറ്റും കൂടെ കൂടുന്നതാണ് ടോട്ടൽ അസറ്റ്. ഇതിൽ മോണിറ്ററി അസറ്റ് റീമെഷർ ചെയ്യുന്നത് എങ്ങനെയാ? കറണ്ട് എക്സ്ചേഞ്ച് റേറ്റ് ഉപയോഗിച്ചാണ്. മോണിറ്ററി അസറ്റ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാ? റെസ്പോണ്ട് ചെയ്യ്. മോണിറ്ററി അസറ്റ് എങ്ങനെയാ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്? കറണ്ട് എക്സ്ചേഞ്ച് റേറ്റ് തന്നെയാണ് മോണിറ്ററി അസറ്റ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. സോ ഇൻ കേസ് ഓഫ് മോണിറ്ററി അസറ്റ് ദർ ഇസ് നോ ഡിഫറൻസ്. ശരിയല്ലേ? മോണിറ്ററി അസറ്റിന്റെ കേസിൽ റീമെഷർമെന്റും ട്രാൻസ്ലേഷനും ഒരു ഡിഫറൻസും ഉണ്ടാകുന്നില്ല. ഇനി നോൺ മോണിറ്ററി അസറ്റിന്റെ കേസ്, നോൺ മോണിറ്ററി അസറ്റ് റീമെഷർ ചെയ്യുന്നത് എങ്ങനെയാ? റീമെഷർ ചെയ്യുന്നത് ഏത് റേറ്റ് ഉപയോഗിച്ചാ? ഹിസ്റ്റോറിക്കൽ റേറ്റ് ഉപയോഗിച്ചാണ്. ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതോ കറണ്ട് എക്സ്ചേഞ്ച് റേറ്റ്. ഉപയോഗിച്ചു. സോ ആദ്യത്തെ കേസ് പറയാം. ഓക്കെ, ഡോളർ സ്ട്രെങ്തൻ ചെയ്യുന്ന കേസാണ് ആദ്യം പറഞ്ഞത്. ഡോളർ സ്ട്രെങ്തൻ ചെയ്യാണ്. ഹിസ്റ്റോറിക്കൽ റേറ്റ് 1.5. ഡോളർ സ്ട്രെങ്തൻ ചെയ്യുമ്പോൾ കറണ്ട് എക്സ്ചേഞ്ച് റേറ്റ് എങ്ങനെ വരും? $1.25. വെയിറ്റഡ് ആവറേജ് 1.3 1.3. സോ ഈ കേസിൽ റീമെഷർമെന്റിലായിരിക്കുമോ അസറ്റിന്റെ വാല്യൂ കൂടുതൽ, അതോ ട്രാൻസ്ലേഷനിലായിരിക്കും? റീമെഷർമെന്റിലായിരിക്കുമോ കൂടുതൽ, ട്രാൻസ്ലേഷനിലായിരിക്കും? റെസ്പോണ്ട് ചെയ്യ്. നിങ്ങൾ എന്താ ഇത്ര വൈകുന്ന റെസ്പോണ്ട് ചെയ്യാന്? നിങ്ങക്ക് മനസ്സിലാവാത്തോണ്ടാണോ? സോ പറഞ്ഞു നിർത്തിയത് ഡോളർ സ്ട്രെങ്തൻ ചെയ്യുന്ന കേസിൽ ഹിസ്റ്റോറിക്കൽ റേറ്റ് 1.5 ആണ്. കറണ്ട് എക്സ്ചേഞ്ച് റേറ്റ് 1.25 ആണ്. വെയിറ്റഡ് ആവറേജ് 1.3 ആണ്. സോ നമുക്കറിയാം നോൺ മോണിറ്ററി അസറ്റിന് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ അല്ലെ? നോൺ മോണിറ്ററി അസറ്റ് റീമെഷർ ചെയ്യുന്നത് ഹിസ്റ്റോറിക്കൽ റേറ്റിലാണ്. ദാറ്റ് മീൻസ് ഈ കേസിൽ 1.5 ഉപയോഗിച്ചാണ് നോൺ മോണിറ്ററി അസറ്റ് റീമെഷർ ചെയ്യുന്നത്.
ആൻഡ് നോൺ മോണിറ്ററി അസറ്റ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതോ വെയ്റ്റഡ് കറണ്ട് എക്സ്ചേഞ്ച് റേറ്റ് ഉപയോഗിച്ചായിരിക്കും. സോ 1.25 ഉപയോഗിച്ചായിരിക്കും. അതായത് ഈ കേസില് റീമെഷർമെന്റിലാണ് അസറ്റിന്റെ വാല്യൂ കൂടുതൽ. ശരിയല്ലേ? റീമെഷർമെന്റിലാണ് അസറ്റിന്റെ വാല്യൂ കൂടുതൽ. ഓക്കെ, റീമെഷർമെന്റിലാണ്. അതുകൊണ്ട് തന്നെ റേഷ്യോയ്ക്ക് എന്തായിരിക്കും സംഭവിക്കുന്നത്? റേഷ്യോ സെയിൽസ് ബൈ അസറ്റ് ആണ്. സോ ഇവിടെ റീമെഷർമെന്റില് റേഷ്യോ കുറവായിരിക്കും. കാരണം എന്താ? ഡിനോമിനേറ്റർ റീമെഷർമെന്റ് കൂടി. കാരണം റീമെഷർമെന്റിലാണ് അസറ്റിന്റെ വാല്യൂ കൂടുതൽ വരുന്നത്. സോ ഡിനോമിനേറ്റർ റീമെഷർമെന്റിൽ കൂടുതലായതുകൊണ്ട് റേഷ്യോ കുറഞ്ഞു. ഇനി ട്രാൻസ്ലേഷന്റെ കേസ് എടുക്കുവാണെങ്കിൽ റേഷ്യോ കൂടും, ഇൻക്രീസ് ചെയ്യും. കാരണം എന്തുകൊണ്ടാ? കാരണം റീമെഷർമെന്റിനെ കമ്പയർ ചെയ്യുമ്പം ട്രാൻസ്ലേഷനിലുള്ള അസറ്റിന്റെ വാല്യൂ കുറവാണ്. അതായത് ഡിനോമിനേറ്റർ കുറവാണ്. അതുകൊണ്ട് റേഷ്യോ കൂടി, ഇൻക്രീസ് ചെയ്തു. ഇതാണ് ആദ്യത്തെ കേസ്. ഇനി ഡോളർ വീക്കൻ ചെയ്യുവാണെങ്കിൽ ഹിസ്റ്റോറിക്കൽ റേറ്റ് വന്നിട്ട് 1.5 ആയിരിക്കും. കറണ്ട് എക്സ്ചേഞ്ച് റേറ്റ് എങ്ങനെയായിരിക്കും? ഡോളർ സ്ട്രെങ്തൻ ചെയ്യുമ്പോൾ 1.8, അതായത് ഡോളർ വീക്കൻ ചെയ്യുമ്പോൾ കൂടുതലായിരിക്കും അല്ലെ? സോ 1.8. വെയ്റ്റഡ് ആവറേജ് 1.65. ഓക്കെ, 1.65. ഈ കേസില് റീമെഷർമെന്റില് ആയിരിക്കുമോ ട്രാൻസ്ലേഷനിലായിരിക്കുമോ നോൺ മോണിറ്ററി അസറ്റിന്റെ വാല്യൂ കൂടുതൽ? റീമെഷർമെന്റിൽ നമ്മൾ 1.5 ഉപയോഗിച്ചാണ്, ട്രാൻസ്ലേഷനിൽ 1.8 ഉപയോഗിച്ചാണ്. സോ റീമെഷർമെന്റിൽ അസറ്റിന്റെ വാല്യൂ ലെസ്, കാരണം 1.5 ഉപയോഗിച്ചാണ്. ഓക്കെ, സോ അസറ്റ് ലെസ് ആണ്. അതുകൊണ്ട് തന്നെ റേഷ്യോ ഹൈ ആയിരിക്കും റീമെഷർമെന്റിൽ. ഇനി ട്രാൻസ്ലേഷന്റെ കാര്യം എടുക്കുകയാണെങ്കിലോ അസറ്റ് ഹൈ ആണല്ലേ? കാരണം 1.8 ഉപയോഗിച്ചാണ് നമ്മൾ അസറ്റിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. സോ അസറ്റിന്റെ വാല്യൂ ഹൈ ആണ്. അതുകൊണ്ട് തന്നെ റേഷ്യോ ലെസ് ആണ്. ഇതിപ്പോ ക്ലിയർ ആവാത്ത ആരെങ്കിലും ഉണ്ടോ? ആർക്കെങ്കിലും ഇത് ക്ലിയർ ആവാത്തുണ്ടോ? എല്ലാവർക്കും ക്ലിയർ ആണോ? അതായത് ഇവിടെ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ പറഞ്ഞു ടോട്ടൽ അസറ്റ് ടേൺ ഓവർ റേഷ്യോ, അതായത് ബാലൻസ് ഷീറ്റിൽ വരുന്ന അസറ്റുകളെ എങ്ങനെ, ബാലൻസ് ഷീറ്റിൽ വരുന്ന റേഷ്യോസിനെ എങ്ങനെ എഫക്ട് ചെയ്യും എന്നാണ് ഇനി പറയുന്നത്. നമ്മൾ അടുത്ത പറഞ്ഞു തുടങ്ങിയത്. അതിൽ ആദ്യത്തത് ടോട്ടൽ അസറ്റ് ടേൺ ഓവർ റേഷ്യോ ആണ്. ടോട്ടൽ അസറ്റ് ടേൺ ഓവർ റേഷ്യോയുടെ ഇക്വേഷൻ സെയിൽസ് ബൈ ടോട്ടൽ അസറ്റ് ആണ്. ഓക്കെ, സോ നമുക്കറിയാം റീമെഷർമെന്റിലും ട്രാൻസ്ലേഷനിലും സെയിൽ നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത് വെയ്റ്റഡ് ആവറേജ് ഉപയോഗിച്ചാണ്. സോ രണ്ടിന്റെയും ന്യൂമറേറ്ററിന് ഒരു മാറ്റവും ഇല്ല. രണ്ടിന്റെയും ന്യൂമറേറ്റർ സെയിം ആണ്. ഇനി ഡിനോമിനേറ്റർ നോക്കുവാണെങ്കിൽ ഒരെണ്ണത്തില് ഡിനോമിനേറ്റർ വന്നിരിക്കുന്നത് ടോട്ടൽ അസറ്റ് ആണ്. അപ്പൊ ടോട്ടൽ അസറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മോണിറ്ററി അസറ്റിന്റെയും നോൺ മോണിറ്ററി അസറ്റിന്റെയും കൂടി ടോട്ടൽ ആണ്. അതായത് നോൺ മോണിറ്ററി അസറ്റും മോണിറ്ററി അസറ്റും കൂടെ കൂട്ടുന്നതാണ് ടോട്ടൽ അസറ്റ്. ഓക്കെ, സോ റീമെഷർമെന്റില് നോൺ മോണിറ്ററി അസറ്റ് വാല്യൂ ചെയ്യുന്നത് ഹിസ്റ്റോറിക്കൽ റേറ്റ് ഉപയോഗിച്ചാണ്. ട്രാൻസ്ലേഷനിൽ നമ്മൾ വാല്യൂ ചെയ്യുന്നത് കറണ്ട് എക്സ്ചേഞ്ച് റേറ്റ് ഉപയോഗിച്ചാണ്. ക്ലിയർ ആണോ? അപ്പോ ഡോളർ സ്ട്രെങ്തൻ ചെയ്യുമ്പോൾ
നോൺ മോണിറ്ററി അസറ്റ് റീമെഷർമെന്റില് ഹൈ ആയിരിക്കും, അതുകൊണ്ട് തന്നെ റേഷ്യോ കുറയും. ഓക്കെ, ഡോളർ വീക്കൻ ചെയ്യുമ്പോൾ റീമെഷർമെന്റിൽ അസറ്റിന്റെ വാല്യൂ കുറവായിരിക്കും, സോ റേഷ്യോ കൂടും. ക്ലിയർ ആയോ? എല്ലാവർക്കും ക്ലിയർ ആയോ? സോ 5 മിനിറ്റ് ബ്രേക്ക് എടുത്തോ കേട്ടോ. 45, 46 ആയി, 51 ആകുമ്പോഴത്തേക്കും വരണം.
വന്നോ എല്ലാരും? ഹലോ? ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനി അടുത്ത കാര്യം പറയുന്നത് ഇക്വിറ്റിയുടെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എന്താ ഇക്വിറ്റിയുടെ ഇക്വേഷൻ? ഇക്വിറ്റിയുടെ ഇക്വേഷൻ എന്താ? ഇക്വിറ്റി ഇക്വിറ്റി അസറ്റ് മൈനസ് ലയബിലിറ്റി അല്ലെ? ശരിയല്ലേ? എല്ലാരും എത്തിയില്ല? ഓക്കെ, കാണാൻ പറ്റണില്ലേ നിങ്ങൾക്ക് സ്ലൈഡ്? ഒരു സെക്കൻഡ്. ആർക്കോ കാണാൻ പറ്റണില്ല എന്ന് പറഞ്ഞേ? ഓക്കെ, അനോട്ടേഷൻ യൂസ് ചെയ്യാം. ഇപ്പൊ കാണാൻ പറ്റണില്ല? ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റണുണ്ടോ ഇല്ലയോ? ഓക്കെ ഓക്കെ, അപ്പം ഇക്വിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്വിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ എന്താ പറഞ്ഞേ? അസറ്റ് മൈനസ് ലയബിലിറ്റി. അസറ്റ് മൈനസ് ലയബിലിറ്റി. നമ്മള് അസറ്റിന്റെ കാര്യം പറഞ്ഞായിരുന്നു. എന്താ അസറ്റിന്റെ കാര്യം പറഞ്ഞത്? അസറ്റ് എന്ന് പറഞ്ഞാൽ നോൺ മോണിറ്ററി ഉണ്ട്, മോണിറ്ററി അസറ്റും ഉണ്ട്. അസറ്റിനെ രണ്ടാക്കി തിരിച്ചിട്ടുണ്ട്, മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി. ഓക്കെ, സോ മോണിറ്ററി അസറ്റ് റീമെഷർമെന്റും ആൻഡ് ട്രാൻസ്ലേഷൻ ചെയ്യുന്നത് കറണ്ട് എക്സ്ചേഞ്ച് റേറ്റിലാണ്. നോൺ മോണിറ്ററി അസറ്റ് റീമെഷർ ചെയ്യുന്നത് ഹിസ്റ്റോറിക്കലിലും ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് കറണ്ട് എക്സ്ചേഞ്ച് റേറ്റിലുമാണ്. ഇതറിയാലോ? ഓക്കെ, സോ ഡോളർ സ്ട്രെങ്തൻ ചെയ്യുന്ന സിറ്റുവേഷനിൽ ഹിസ്റ്റോറിക്കൽ റേറ്റ് 1.5, കറണ്ട് എക്സ്ചേഞ്ച് റേറ്റ് സ്ട്രെങ്തൻ ചെയ്യുമ്പോൾ 1.25. ഈ കേസില് റീമെഷർമെന്റിനായിരിക്കുമോ ട്രാൻസ്ലേഷൻ ആയിരിക്കുമോ അസറ്റിന്റെ വാല്യൂ കൂടുതൽ? ഏതിലായിരിക്കും? റീമെഷർമെന്റിലായിരിക്കും. കാരണം അസറ്റ്, അതായത് നോൺ മോണിറ്ററി അസറ്റ് ഹിസ്റ്റോറിക്കൽ വാല്യൂലാണ് റീമെഷർ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് 1.5 ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന 1.25. ദാറ്റ് മീൻസ് 1.5 അല്ലേ കൂടുതൽ. സോ റീമെഷർമെന്റില് അസറ്റ് ഹൈ. സോ ഇക്വിറ്റി ഏതിലായിരിക്കും ഹൈ? റീമെഷർമെന്റിലെ ഇക്വിറ്റിയും ഹൈ ആയിരിക്കും. ഓക്കെ, ദാൻ ട്രാൻസ്ലേഷൻ. കേട്ടോ, ട്രാൻസ്ലേഷനേക്കാൾ ഹൈ റീമെഷർമെന്റിലായിരിക്കും. അപ്പോ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ എങ്ങനെയായിരിക്കും? ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ എങ്ങനെയായിരിക്കും? റീമെഷർമെന്റിൽ ലോ ആയിരിക്കും. ഡൗട്ട് ഇല്ലല്ലോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇനി ഡോളർ വീക്കൻ ചെയ്യുന്ന കേസ്, ഡോളർ വീക്കൻ ചെയ്യുവാണ്, ഹിസ്റ്റോറിക്കല് 1.5 തന്നെ, കറണ്ട് എക്സ്ചേഞ്ച് റേറ്റ് വീക്കൻ ചെയ്യുമ്പോൾ
1.8. അപ്പൊ റീമെഷർമെന്റിലെ അസറ്റിന്റെ വാല്യൂ ആണോ ട്രാൻസ്ലേഷനിലെ അസറ്റിന്റെ വാല്യൂ ആയിരിക്കും കൂടുതൽ? ട്രാൻസ്ലേഷനിലായിരിക്കും അസറ്റ് ഹൈ. സോ ഇക്വിറ്റിയും ഹൈ ട്രാൻസ്ലേഷനിലാണ്. ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ ലോ ആയിരിക്കും ട്രാൻസ്ലേഷനിൽ. Than ട്രാൻസ്ലേഷൻ. എല്ലാവർക്കും ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവാം. എന്നാൽ ക്ലിയർ ആണല്ലോ, അടുത്തതിലേക്ക് പോയിക്കോട്ടെ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? എഴുതിയെടുത്തോ. ഓക്കെ, അടുത്തത് ടേൺ ഓവർ റേഷ്യോസ്. ഓക്കെ, ടേൺ ഓവർ റേഷ്യോസ് ആണ്. ടേൺ ഓവർ റേഷ്യോസിൽ ആദ്യം പറയണത് അക്കൗണ്ട് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോയുടെ കേസാണ്. അക്കൗണ്ട് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ. ഓക്കെ, ഇക്വേഷൻ എന്താ? അക്കൗണ്ട് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോയുടെ ഇക്വേഷൻ എന്താ? അക്കൗണ്ട് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോയുടെ ഇക്വേഷൻ എന്താ? ഓക്കെ, ഞാനിപ്പോ സെയിൽസ് എന്നാണ് എടുക്കുന്നത്. സെയിൽസ് ബൈ ആവറേജ് അക്കൗണ്ട് റിസീവബിൾ ആണ്. ഓക്കെ, സോ റീമെഷർമെന്റില് സെയിൽസ് എങ്ങനെയാ റീമെഷർ ചെയ്യുന്നത്? ഏത് വാല്യൂല? സെയിൽസ് ഏത് വാല്യൂല റീമെഷർ ചെയ്യുന്നത്? വെയ്റ്റഡ് ആവറേജ്. ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതോ? വെയ്റ്റഡ് ആവറേജ്. ഓക്കെ, ദാറ്റ് മീൻസ് ന്യൂമറേറ്റർ റീമെഷർമെന്റിലും ട്രാൻസ്ലേഷനിലും സെയിം ആണ്. ഓക്കെ ആണോ? ഇനി അക്കൗണ്ട് റിസീവബിളോ? അക്കൗണ്ട് റിസീവബിൾ റീമെഷർ ചെയ്യുന്നത് ഏത് വാല്യൂല? അക്കൗണ്ട് റിസീവബിൾ എന്ന് പറയുന്ന ഒരു മോണിറ്ററി അസറ്റ് ആണ്. അതുകൊണ്ട് തന്നെ റീമെഷർ ചെയ്യുന്നതും ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതും കറണ്ട് റേറ്റിലല്ലേ? സോ ഈ റേഷ്യോയ്ക്ക് റീമെഷർമെന്റിലും ട്രാൻസ്ലേഷനിലും എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? ഒരു ഡിഫറൻസും ഇല്ല. ഇത് ക്ലിയർ ആണോ? രണ്ടിലും ഒന്ന് തന്നെയാണ് വരണത്. കാരണം ചെയ്യുന്ന മെത്തേഡുകളെല്ലാം, അതായത് റേറ്റുകളെല്ലാം
സെയിം ആണ്. ഓക്കെ, ഇനി അടുത്തത് ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ. ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ, ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോയില് ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോയില് ഇക്വേഷൻ എന്താ വരുന്നത്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ബൈ ഇൻവെന്ററി. ഓക്കെ, സോ റീമെഷർമെന്റില് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് റീമെഷർ ചെയ്യുന്നത് ഏത് വാല്യൂലാണ്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് റീമെഷർ ചെയ്യുന്ന ഏത് വാല്യൂലാണ്? ഹിസ്റ്റോറിക്കലാണ് അല്ലെ, നമുക്കറിയാം ഹിസ്റ്റോറിക്കലാണ്. ഓക്കെ, ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതോ? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതോ? വെയ്റ്റഡ് ആവറേജ് ഓർ ഹിസ്റ്റോറിക്കൽ. അതായത് പ്രാക്ടിക്കലി പോസിബിൾ ആണെങ്കിൽ ക്വസ്റ്റ്യനിൽ വെയ്റ്റഡ് ആവറേജ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വെയ്റ്റഡ് ആവറേജ് എടുക്കണം. ഇനി അല്ല വെയ്റ്റഡ് ആവറേജ് കണ്ടുപിടിക്കാനുള്ള ഒന്നും തന്നിട്ടില്ല ഒന്നുണ്ടെങ്കിൽ നമ്മൾ ഹിസ്റ്റോറിക്കലി യൂസ് ചെയ്യണം. അതായത് പ്രോബ്ലംസ് വരുവാണെങ്കിൽ ഇവിടെ നമ്മൾ എപ്പോഴും ഇവരെ എടുത്തു പറയുന്ന കാര്യം എന്ന് പറഞ്ഞാല് ഹിസ്റ്റോറിക്കൽ അല്ലെങ്കിൽ വെയ്റ്റഡ് ആവറേജ് എടുക്കുന്നത് പ്രാക്ടിക്കലി പോസിബിൾ ആണെങ്കിൽ, പ്രാക്ടിക്കബിൾ ആണെങ്കിൽ മാത്രം, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനുള്ള ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ വെയ്റ്റഡ് ആവറേജ് എടുക്കുന്നു, അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ എടുക്കുന്നു. ഇതാണ്. ഓക്കെ, അപ്പൊ ഇതിനു മുന്നേ നമ്മൾ ചെയ്തിടത്തെല്ലാം നമ്മൾ എക്സാമ്പിളിൽ വെയ്റ്റഡ് ആവറേജ് തന്നിട്ടുണ്ടായിരുന്നു. മനസ്സിലായോ? ഓക്കെ, സോ ഇതാണ് വരുന്നത്. ഇനി ഇൻവെന്ററിയുടെ കേസ് എങ്ങനെയാ? ഇൻവെന്ററി റീമെഷർ ചെയ്യുന്നത് ഏത് വാല്യൂലാ? ഹിസ്റ്റോറിക്കലില്. ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതോ? കറണ്ട് റേറ്റില്. ഓക്കെ, സോ നമ്മളിവിടെ ഫസ്റ്റ് എക്സാമ്പിൾ എടുക്കുകയാണ്. ഡോളർ സ്ട്രെങ്തൻ ചെയ്യുന്ന കേസ്. ഡോളർ സ്ട്രെങ്തൻ ചെയ്യുന്നത് സോ ഹിസ്റ്റോറിക്കൽ റേറ്റ് 1.5. ഓക്കെ, കറണ്ട് റേറ്റ് ഡോളർ സ്ട്രെങ്തൻ ചെയ്ത കറണ്ട് റേറ്റ് കുറവായിരിക്കുമല്ലോ, 1.25. ഇവിടെ വെയ്റ്റഡ് ആവറേജ് തന്നിട്ടില്ല. സോ നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഏതിലായിരിക്കും കാണുന്നത്? ഹിസ്റ്റോറിക്കൽ റേറ്റ് തന്നെയായിരിക്കും. ഓക്കെ, സോ ITRന്റെ ന്യൂമറേറ്റർ രണ്ടും സെയിം ആണ്. ഓക്കെ, ന്യൂമറേറ്റർ രണ്ടും സെയിം ആണ്. ഇനി ഡിനോമിനേറ്ററിന്റെ കേസ് എടുക്കുക. ഡിനോമിനേറ്റർ വന്ന് ഇൻവെന്ററി. റീമെഷർമെന്റിലാണോ ഇൻവെന്ററി കൂടുതൽ അതോ ട്രാൻസ്ലേഷനിലാണോ? റീമെഷർമെന്റിലാണ് ഹൈ അല്ലെ. 1.5 ഉപയോഗിച്ചാണ് ഇത് റീമെഷർമെന്റ് ഹിസ്റ്റോറിക്കൽ റേറ്റ് ഉപയോഗിച്ചാണ് കൺവേർട്ട് ചെയ്യുന്നത്. സോ 1.5 ഉപയോഗിച്ചാണ് കൺവേർട്ട് ചെയ്യുന്നത്. കറണ്ട് ആണെങ്കിൽ 1.25 ഉപയോഗിച്ച്. സോ റീമെഷർമെന്റിൽ ഇൻവെന്ററി ഹൈ ആണ്. അതുകൊണ്ട് തന്നെ റേഷ്യോ എങ്ങനെയായിരിക്കും? റേഷ്യോ ലോ ദാൻ ട്രാൻസ്ലേഷൻ. ഇത് ക്ലിയർ ആയോ? ഓക്കെ, ഇനി ഡോളർ വീക്കൻ ചെയ്യാണ്. വീക്കൻ ചെയ്യുമ്പോൾ ഹിസ്റ്റോറിക്കൽ
1.5. Current exchange rate 1.8. ഈ കേസില് റീമെഷർമെന്റിലായിരിക്കും ഇൻവെന്ററി കൂടുതൽ, ട്രാൻസ്ലേഷനിലായിരിക്കും ഇൻവെന്ററി കൂടുതൽ. ട്രാൻസ്ലേഷനിൽ ഇൻവെന്ററി ഹൈ ആണ്. സോ ട്രാൻസ്ലേഷനിലെ റേഷ്യോ എങ്ങനെയാണ്? റേഷ്യോ ലോ ദാൻ റീമെഷർമെന്റ്. ക്ലിയർ ആയോ? എല്ലാവർക്കും ക്ലിയർ ആയോ? അടുത്തത് പറഞ്ഞോട്ടെ. അടുത്തത് ഫിക്സ്ഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ. എന്താ ഫിക്സ്ഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോയുടെ ഇക്വേഷൻ? Fixed asset turnover equation, sales by fixed asset. ശരിയല്ലേ? ഇതില് സെയിൽസ് എങ്ങനെയാ റീമെഷർ ചെയ്യുന്നത്? വെയ്റ്റഡ് ആവറേജ്. ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് വെയ്റ്റഡ് ആവറേജ്. ഫിക്സ്ഡ് അസറ്റോ റീമെഷർ ചെയ്യുന്നത് ഹിസ്റ്റോറിക്. ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് കറന്റ്. അതായത് ഇതിലും ന്യൂമറേറ്റർ രണ്ടും സെയിം ആണ്, ഡിനോമിനേറ്ററിൽ മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ. ഓക്കെ, സോ ഡോളർ സ്ട്രെങ്തൻ ചെയ്യാണ്. ഡോളർ സ്ട്രെങ്തൻ ചെയ്യുമ്പോൾ ഹിസ്റ്റോറിക്കൽ റേറ്റ് കറന്റ് റേറ്റ്. ഓക്കെ, സോ ഏതിലായിരിക്കും ഫിക്സ്ഡ് അസറ്റ് ഹൈ? ഓക്കെ, ഡോളർ സ്ട്രെങ്തൻ ചെയ്യുമ്പോൾ ഫിക്സ്ഡ് അസറ്റ്
ഹലോ ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? എന്റെ ഇവിടുത്തെ കറണ്ട് പോയതാണ്. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എനിക്ക് എന്തായാലും നെറ്റ് കിട്ടില്ല. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. 4:15 വരെ 4:15 വരെ മതി. ഞാൻ നെക്സ്റ്റ് വീക്ക് എടുത്തത്.